അള്ളാഹുവിന്റെ മഹത്തായ ഫദ്ലുകൾ പരിശുദ്ധമായ റജബ് നമ്മിലേക്ക് കടന്നു വന്നിരിക്കും. റജബോട് കൂടിയിട്ട് ഒരു 3 മാസത്തിന്റെ പാക്കേജാണ് അള്ളാഹു നമുക്ക് ഇബാദത്തുകൾക്ക് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാനും അള്ളാഹു തന്നത്. 90 ദിവസത്തിന്റെ ഓഫറാണ്. 30 ദിവസത്തിന്റെ പ്രവർത്തനം. ആ 30 ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിന് വേണ്ടി ആദ്യം തന്നെ 2 മാസം എക്സ്ട്രാ നമുക്ക് തന്നു. റമദാനിൽ അതിന്റെ നിലാവോ കാണലോട് കൂടിയിട്ട് നിസ്കാരം ഡയറക്റ്റായിട്ട് നിസ്കാരം തുടങ്ങലോ നോമ്പ് തുടങ്ങലോ അല്ല. അതിന് മുമ്പ് റമദാനോട് കൂടിയിട്ട് വരണം. എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അത് ചെയ്യണം, എന്തൊക്കെ കഴുകേണ്ടതുണ്ടോ അത് കഴുകണം, എന്തൊക്കെ കൊടുക്കേണ്ടതുണ്ടോ അത് കൊടുക്കണം, വീടേണ്ടത് വീടണം, എന്തൊക്കെ മുരിഞ്ഞു കിടക്കുന്നുണ്ടോ ആ മുരിഞ്ഞതിനൊക്കെ നല്ല രൂപത്തിൽ രണ്ടാമത് അതിന് ബന്ധം സ്ഥാപിക്കണം. ഇതൊക്കെയും റജബിന്റെ ആദ്യത്തോടുകൂടി റജബോടുകൂടി തുടങ്ങേണ്ട പ്രവർത്തനം. ഇതൊന്നും ചെയ്യാതെ റജബിലും ശഅബാനിലും അതിനുള്ള ഒരുക്കൊന്നുമില്ല. റമദാൻ വരുന്നതോട് കൂടിയിട്ട് നോമ്പും നിസ്കാരവും തുടങ്ങിയാൽ അള്ളാഹുവിന്റെ അടുത്ത് അതിനൊരു സ്വീകാര്യത ഉണ്ടാവൂല എന്നതാണ്. മുമ്പ് ചെയ്യേണ്ടതൊക്കെ ചെയ്യാം, ക്ലിയർ ആക്കേണ്ടതൊക്കെ ക്ലിയർ ആക്കണം. അൽബ് ക്ലിയർ ആക്കണം. അവയവങ്ങൾ, സ്വഭാവങ്ങൾ, നമ്മുടെ സാമ്പത്തികമായ ഇടപാടുകൾ കൊടുക്കേണ്ടതുണ്ടാവും, എടുക്കേണ്ടതുണ്ടാവും, ബന്ധങ്ങൾ മുറിഞ്ഞതുണ്ടാവും, കുടുംബബന്ധം, അയൽവക്ക ബന്ധം, അതുപോലെ സ്നേഹബന്ധം, കൂട്ടുകെട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞത്, അതൊക്കെയും ഈ 2 മാസങ്ങളുടെ ഉള്ളിൽ ക്ലിയർ ആയാൽ അൽഹംദുലില്ലാഹ് റമദാനോടുകൂടി നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അള്ളാഹുവിന്റെ അടുത്ത് 70ഉം 700ഉം 70,000ഉം ഇരട്ടി പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടാൻ നമ്മെ സഹായിക്കുമെന്നതാണ്. റജബ് അറബി പദം. റജബ് എന്ന് പറഞ്ഞാൽ അത് തർജീബ് എന്നാണ്. തർജീബ് എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കാന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊരർത്ഥമുണ്ട് ഒരുക്കം. റജബ് എന്ന് പറഞ്ഞ വലിയ മാർക്കത്തുള്ള മാസമാണ്. റമദാന് ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് അത് ബർക്കത്തായത്. അതിന് മുൻഗാമികളായ ഒരുപാട് ആദം നബി അലൈഹി സ്വലാം കാലം തൊട്ട് തന്നെ ഇവിടെ മാസങ്ങളുണ്ട്. പക്ഷെ അപ്പോ ഒന്നും റമദാനിന്റെ ബഹുമാനില്ല. റമദാനിന്റെ ബഹുമാനം കിട്ടിയത് ഖുർആൻ ഇറങ്ങലോട് കൂടിയിട്ട്. ആ ഖുർആൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തപ്പോ ഉമ്മത്ത് മുഹമ്മദിന്റെ റമദാൻ വലിയ ബർക്കത്തുള്ള മാസമായി. എന്നാലോ റജബിന് ആദം നബി അലൈഹി സ്വലാം തൊട്ട് തന്നെ ബഹുമാനമാണ്. മൂസാ നബിന്റെ കാലത്തും നൂഹ് നബിന്റെ കാലത്തും ഈസാ നബിന്റെ കാലത്തും റജബിന്റെ ബഹുമാനം, റജബിന്റെ വലിയ ബഹുമാനം പണ്ട് തൊട്ട് തുടങ്ങിയതാണ്. അത് ഖിയാമത്ത് നാൾ വരെ ആ ബഹുമാനം ഉണ്ടാവും. എത്രത്തോളം പറഞ്ഞാൽ ഇവിടെ പോലൊന്നും അല്ല. നമുക്ക് റജബ് വന്നിട്ട് തോന്നിവാസത്തിനൊന്നും കുറവുണ്ടോ, പൊട്ടിക്കല് കുറവുണ്ടോ, എന്തോ ഇല്ല. എല്ലാം നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. മറ്റുള്ള മതക്കാർക്ക് പോലും ചില ദിവസങ്ങളിൽ ചില സമയങ്ങൾക്ക് വലിയ ബഹുമാനങ്ങളും അതുപോലെ വലിയ ആദരവുകളും അവിടെ കൊടുക്കാറുണ്ട്. ഒരു തെറ്റ് ചെയ്യൂല, എല്ലാം ക്ലിയറായിരിക്കും. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമുക്ക് മാസത്തിന് നടക്കില്ല, ദിവസത്തിന് നടക്കില്ല, സമയത്തിന് നടക്കില്ല, എപ്പോഴും പറയും. ഇവിടെ മനസ്സെന്ത് പറയുന്നു അത് ചെയ്യണം. എന്ത്? അള്ളാഹുവിന്റെ പേടിയില്ല, അള്ളാഹുവിന്റെ പേടിയില്ല. ഓരോരുത്തരും അവരവർ നിയന്ത്രിക്കേണ്ട ശരീരം വാക്ക് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഉപദേശം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ദുരിതങ്ങളും വരാൻ വേണ്ടി കാത്തു നിന്നിട്ടോ മനുഷ്യൻ നന്നാവലല്ല. അവനവൻ ചിന്തിച്ച് നന്നാവുക, ഇതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. പക്ഷെ നമുക്കെന്താ? എന്ത് റജബ് ആരെങ്കിലും തുടങ്ങി എന്നാ നമ്മുടെ തോന്നിവാസം അത് കണ്ടിന്യൂ. ഇവിടെ അനാചാരങ്ങൾ അത് കണ്ടിന്യൂ. ഒരു പേടിയില്ല. പക്ഷെ മുൻഗാമികൾ ഞാനല്ല. റജബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഒരു തെറ്റ് ചെയ്യൂലെന്നാണ്. മക്കത്തും മദീനത്തുണ്ടായിരുന്ന ഏറ്റവും ഒരു റൗഡീസം കാണിച്ചിരുന്ന ഗോത്രമായിരുന്നു മുതൽ ഗോത്രം എന്ന് പറഞ്ഞത്. റൗഡികൾ എല്ലാ നാട്ടിലുണ്ടാവല്ലോ. ചില ഒരു കുടുംബം ഉണ്ടാവും, അവരെല്ലാവർക്കും പേടിയായി. കാരണം സംസാരത്തിന്റെ അടിയാണ്. അതെല്ലാ നാട്ടിലുണ്ടാവും, ഈ നാട്ടിലുണ്ടാവും, ഓരോ നാടുകളിൽ അങ്ങനത്തെ ഒരു കുടുംബം. അപ്പോ മക്കത്തും മദീനത്തുണ്ടായിരുന്ന ഒരു ഗോത്രമാണ് മുതൽ ഗോത്രം എന്ന് പറഞ്ഞത്. ഈ ഗോത്രക്കാരുടെ പണി എന്താ അറിയോ? അവരെല്ലാവർക്കും പേടിയാണ്, അടിയോടുകൂടി അടിയാണ്. അവര് വരുന്നതെന്ന് പറഞ്ഞാൽ നല്ല സൈലന്റ് ആയിരിക്കും. അവരൊരു കാര്യത്തിന് ഇടപെടുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ആ കാര്യം അവിടെ സ്റ്റോപ്പ് ആവും. അത്രത്തോളം റൗഡീസം കാണിക്കുകയും അക്രമം കാണിക്കുകയും ചെയ്തിരുന്ന ഒരു ഗോത്രമായിരുന്നു മുതൽ ഗോത്രം. അവർ പോലും റജബ് വന്നാൽ അവരുടെ അറയിലുള്ള വാൾ അത് ഊരി താഴെക്കുമായിരുന്നു. പിന്നെ റജബ് തീർന്നിട്ട പരിപാടി. റജബിന്റെ 30 ദിവസം എത്രത്തോളം എന്ന് പറഞ്ഞാൽ കിതാബിൽ കാണാം. മുതൽ ഗോത്രത്തിലുള്ള ഒരാളുടെ ഉപ്പയെ ബാപ്പനെ ഒരാൾ കൊന്നു. ആ കൊന്ന ആള് ഇവരാണെങ്കിലും മുതൽ ഗോത്രക്കാരെന്ന് പറഞ്ഞ ഭയങ്കരോടികളാണ്, ആരെയും ബന്ധപ്പെടൂല. അപ്പൊ അങ്ങനെയുള്ള അവരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ പിതാവിനെ ഒരാൾ കൊന്നു. എന്നിട്ട് കൊന്ന ആള് ഒരു തേടി നടന്നു. അങ്ങനെ തേടി അവസാനം ആ കൊല ചെയ്ത ആള് ഉപ്പനെ കൊന്ന കൊലയാളിയെ അവർക്ക് കിട്ടിയത് റജബിന്റെ ആദ്യ ദിവസത്തിലാണ്.
ഒന്നാടെ കണ്ടതും കൊന്നാടെ എത്തിക്കിട്ടിയത് സുബ്ഹാനല്ലാഹ് എപ്പോ റജബ് പിറന്നപ്പോ, റജബിന്റെ നിലാവ് കണ്ടപ്പോഴാണ് കൊടയാളി കണ്ടത്. അപ്പോ സുബ്ഹാനല്ലാഹ് അവർ ചെയ്തതറിയോ? അവർ ചെയ്തതറിയോ? ഈ കണ്ട കൊലയാളിയെ കണ്ടിട്ട് തിരിച്ചു വരാണ്, ഒന്നും ചെയ്തില്ല എന്നാണ്. റജബ് എന്നാണ്. റജബ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര വലിയ ബഹുമാനമായിരുന്നു. എന്ത് ബഹുമാനം? എന്തെങ്കിലും ചെയ്താൽ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുമെന്ന പേടിയാണ്. ദൈവത്തിന്റെ അദാബ് ഇറങ്ങി വരും എന്നൊരു പേടിയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. ഞാന് ഒരു വിശ്വാസിയെ കുറിച്ച് പറയാനല്ല, അക്രമമായി നടന്ന ഒരു കുടുംബത്തിന്റെ അവസ്ഥയാണ് അത്രത്തോളം റജബിനെ ബഹുമാനിച്ചത്. അപ്പൊ വലിയ ബഹുമാനുണ്ട്. അപ്പൊ റമദാനിന് വേണ്ടി ഒരുങ്ങേണ്ട മാസമാണ്. എല്ലാം കൊണ്ട് നമ്മുടെ നാവ് ശുദ്ധീകരിക്കുക, നമ്മുടെ അവയവങ്ങൾ ശുദ്ധീകരിക്കുക, നമ്മുടെ ആരാധനകൾ ശുദ്ധീകരിക്കുക. എല്ലാം എത്രത്തോളം പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടാവും അല്ലെ, റജബ് വരുന്നതോടുകൂടി റജബിന്റെ 30 ദിവസവും ശഅബാനിന്റെ 30 ദിവസവും റമദാനിന്റെ 30 ദിവസവും പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 6 ദിവസവും നോമ്പ് നോക്കുന്ന ആളുകൾ ഇന്നുണ്ട്. എത്ര ദിവസം? 96 ദിവസങ്ങളുടെ നോമ്പ് ഇല്ലേ പിടിക്കുന്ന എത്രയോ സാരീകളായ ആളുകൾ ഇന്നുണ്ട്. അത്രയും ബഹുമാനം കൊടുക്കുന്ന ആളുകൾ, അവരുടെ വർക്കത്തോണ്ടായിരിക്കും നമ്മുടെ നാട്, നമ്മുടെ അവസ്ഥ ഇങ്ങനെ മാറ്റി പോകുന്നത്. പല ആളുകൾ പല അനാചാരങ്ങളും പല കോപ്രാക്ടീസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ തോന്നുന്നു എന്തെങ്കിലും പോലെ ചെയ്യാം. അപ്പൊ അള്ളാന്റെ അവസ്ഥ അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ കടന്നു വരുന്നുണ്ട്, ഇങ്ങനെ ബന്ധപ്പെടാൻ പാടില്ല അല്ലെ, ആ രൂപത്തിൽ. അപ്പൊ അള്ളാഹിന്റെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ അത് ചെയ്തിട്ടും ചെയ്യാതിരുന്ന ഇതുപോലെയുള്ള നല്ല ആളുകൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളെ കൊണ്ടായിരിക്കുന്ന ആ സ്വാധീനങ്ങളെ കൊണ്ടുള്ള കാവൽ നമ്മുടെ നാടിന് എപ്പോഴും അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഫിൽ ജന്നത്തി നഹറ, സ്വർഗ്ഗത്തിൽ ഒരു പുഴയുണ്ട്. തങ്ങൾ പറയാണ്, സ്വർഗ്ഗത്തിൽ ഒരു പുഴയുണ്ട്. ആ പുഴയുടെ ഒരുപാട് വിശേഷണങ്ങൾ ഹബീബായ തങ്ങൾ പറഞ്ഞു. ആ പുഴയിൽ നല്ല പാലിനക്കാര് വെളുത്ത, തേനിനക്കാര് മധുരമുള്ള, മിസ്കിനക്കാര് സുഗന്ധമുള്ള ഒരു വെള്ളമാണ് പുഴയിലൂടെ ഒലിച്ചു പോകുന്നത്. സ്വർഗത്തിലാണ്. പാലിനക്കാരും വെളുപ്പാണ്, തേനിനക്കാരും മധുരമാണ്, മിസ്കിനക്കാരും വളരെ സുഗന്ധമുള്ളതാണ് ആ പുഴയുടെ വെള്ളം. എന്നിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വാമ യൗമൻ മിൻ റജബ്, ഏതെങ്കിലും ഒരാൾ റജബ് മാസത്തിന്റെ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ ആ പുഴയുടെ വെള്ളം കുടിക്കാനും റമദാനിന്റെ റജബിന്റെ ഒരു ദിവസം നോമ്പ് കുടിച്ച ആൾക്ക് അല്ലാഹു ഭാഗ്യം കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബിന്റെ ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം ഒരാൾ നോമ്പ് കുടിച്ചാൽ ആ പുഴയുടെ വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന. നിങ്ങൾ ഒക്കെ പിടിക്കണം. 27 റജബിന്റെ നോമ്പുണ്ട്, അതല്ല പ്രത്യേകിച്ച് എല്ലാ ആഴ്ചകളിലുള്ള തിങ്കളാഴ്ചന്റെ നോമ്പ്, വ്യാഴാഴ്ചന്റെ നോമ്പ്, ഇതിൽ പ്രത്യേകമായി ഇടയ്ക്കിടെ റജബ് വരുമ്പോ, ശഅബാൻ വരുമ്പോ പ്രത്യേകിച്ച് റജബിനെ കരുതിയിട്ട് തിങ്കളാഴ്ച അതുപോലെ വ്യാഴാഴ്ച അതിനെയും കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് നോമ്പ് കുടിച്ചാൽ നമുക്ക് ആ വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം കിട്ടും. സ്വർഗത്തിന്റെ വെള്ളല്ലേ, ഇവിടുത്തെ കൊക്കോകോളയോ പെപ്സിയോ അല്ലല്ലോ. ഇത് കുടിക്കാൻ എന്റെ ഭയങ്കര ആഗ്രഹം. ഗൾഫിൽ പോയ ആളുകൾക്ക് പറയാം, അതില്ലാതെ കൂപ്പൂസ് ഇറങ്ങുന്നില്ല, മറ്റേ കൂപ്പൂസ് അത് ഇറങ്ങണമെങ്കിൽ കുടിക്കണോ? അങ്ങനെ കുടിച്ചാലോ? ഇപ്പൊ ആളുകൾ കഷ്ടം പറയുന്നുണ്ട്, കുറച്ചോനെ അന്ന് കുടിച്ചതാണ്, ഇന്ന് ലിവറില്ല, ഇന്ന് ശരീരത്തിന്റെ ഉള്ളിലുള്ള പാർട്സുകൾ മുഴുവൻ ഓരോന്നായി പെട്ടുകൊണ്ടിരിക്കുകയാണ് രോഗം കൊണ്ട്. പക്ഷെ അതൊന്നുമല്ല, സ്വർഗത്തിന്റെ വെള്ളം ഒരു പാർട്സും നഷ്ടപ്പെടാനില്ല. എന്തൊരു സുന്ദരമായ അല്ലാഹു അവിടെ സംവിധാനം ചെയ്ത വെള്ളം, അത് കുടിക്കാൻ ചെയ്യേണ്ട പണി എളുപ്പ പണിയാണ്. എന്താ? റജബിന്റെ ഏതെങ്കിലും ഒരു ദിവസം നാം കുടിക്കും, ആ വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം തരും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി ഒരുങ്ങാം എല്ലാം കൊണ്ടും. റജബിന്റെ റമദാനിന് വേണ്ടിയുള്ള ഒരുക്കം ഇതാ റജബോട് കൂടി തുടങ്ങണം. ഇന്ന് 3 ഇവിടെ ഫാത്തിമാരുടെ വിലയിരുത്തൽ പ്രകാരം റജബിന്റെ 3ാമത്തെ ദിവസമാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് കടന്നു വരുന്ന ദിവസങ്ങളൊക്കെയും റമദാനിനെ അടുപ്പിക്കുന്ന ദിവസങ്ങളാണ്. പടച്ചവനെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ആ റമദാനിനെ വരവേൽക്കാനും തർഹീബും സ്വാഗതം ചെയ്യാനും
നീ പൊരുത്തപ്പെടുന്ന ഒരുപാട് അമലുകളെ കൊണ്ട് ആ റമദാനിനെ സന്തോഷിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പ്രഭുജ റമദാനിന്റെ പുണ്യ ദിവസം പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി കരുതി നിൽക്കുന്ന ആളുകളുണ്ട്. പടച്ചോനെ യാ അല്ലാഹ്, എന്തൊരു ഭാഗ്യം. അല്ലെങ്കിൽ തന്നെ ആ കാബന്റെ മുറ്റത്ത് നിസ്കരിച്ചാൽ ഒരു റക്അത്തിന് ഒരു ലക്ഷം റക്അത്ത് റമദാനിൽ പറയേണ്ടതില്ല. യാ അല്ലാഹ്, ഓരോരുത്തർക്കും ആ വലിയ ഭാഗ്യം നീ നൽകണേ. ഉണ്ട് പ്രത്യേകിച്ച് കരുതിയ ആളുകൾ ഒരു മുടക്കവും ഇല്ലാതെ പടച്ചോനെ കുടുംബസഹിതം ആ വലിയ പ്രവർത്തനം ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. നമ്മുടെ പള്ളി, നമ്മുടെ പരിസരങ്ങൾ, നമ്മുടെ നാട് എല്ലാം റമദാനിന് വേണ്ടിയിട്ട് പടച്ചോനെ കഴിഞ്ഞ കൊല്ലങ്ങളിൽ ചെയ്ത പ്രവർത്തനങ്ങളെക്കാളും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളുമായി ഈ റമദാൻ കൊണ്ടാടാൻ നമുക്ക് നമ്മുടെ നാട്ടുകാർക്കും കുടുംബങ്ങൾക്കും ബന്ധപ്പെടുന്ന എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചോനെ യാ അല്ലാഹ്, യാ അല്ലാഹ്, അതിന് നീ ആഫിയത്ത് നൽകുന്നു, ആരോഗ്യം നിലനിർത്തണേ. ഉണ്ട് ഇത്തരത്തിൽ ആളുകളാണ് പടച്ചോനെ റമദാനിന് വേണ്ടി ദ്വാരന്ന് ആ റമദാനെത്തുന്നതിന്റെ മുമ്പ് അപകടത്തിൽപ്പെട്ട് പടച്ചോനെ ഇബാദത്ത് ചെയ്യാൻ കഴിയാതെ, നോമ്പ് നോക്കാൻ കഴിയാതെ പ്രയാസം അനുഭവിച്ച ആളുകൾ. അതുപോലെ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്, ആഫിയത്ത് ബാക്കിയാക്കണേ. ഉണ്ട് എത്രയോ രോഗികൾ നമ്മുടെ കുടുംബത്തിലും നാട്ടുകാരിലും കുടുംബങ്ങളിലും സ്നേഹിതന്മാരിലും യാ അല്ലാഹ്, യാ അല്ലാഹ്, പലരും രോഗികളാണ്, ഹോസ്പിറ്റലിലാണ്, വീടുകളിലാണ്. ശിഫാഅ് നൽകല്ലോ, ശിഫാഅ് നൽകല്ലോ, രോഗത്തിന്റെ ശമനം നൽകണേ അല്ലാഹ്. പടച്ചോനെ ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. യാത്രാ സമയങ്ങളിൽ നിന്റെ പ്രത്യേകമായ കാവലുമുണ്ടവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളും കഴിഞ്ഞ ഒരുപാട് റമദാനിന്റെ ദിവസങ്ങളിൽ ഞങ്ങളോടൊപ്പം പള്ളിയിലും വീടുകളിലും നാടിലും ഉണ്ടായിരുന്ന ഒരുപാട് മറക്കാൻ പറ്റാത്ത വ്യക്തിത്വങ്ങൾ കബറിലാണ്. അവരുടെ കബർ നീ വെളിച്ചമാക്കല്ലോ, അവർക്ക് നീ പൊരുത്തു കൊടുക്കണേ അല്ലാഹ്. ജന്നാത്തുൽ നഈം എന്ന സ്വർഗ്ഗത്തിന്റെ എല്ലാ സുഖങ്ങളും ആസ്വദിക്കാൻ അവർക്ക് ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ വാദ് ബഹുമാനപ്പെട്ട ഹനീഫ് നിസാമി ഉസ്താദാണ്. നല്ല പ്രഭാഷകനാണ്. നമുക്ക് പഠിക്കാനുള്ള പല വിഷയങ്ങളും നല്ല ഗൗരവമായി നമ്മെ ചിരിപ്പിച്ചുകയും പഠിപ്പിക്കാൻ കഴിയുള്ള ഉസ്താദാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ മുഅ്മിനീങ്ങളും നമ്മുടെ ഇന്നത്തെ സദസ്സിൽ പങ്കെടുക്കണമെന്ന് വളരെ സ്നേഹത്തോട് നിങ്ങളെ അറിയിക്കുന്നു. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.